ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് മറ്റുള്ളവരുടെ കണ്ണിൽ നിങ്ങൾ ആരാണ് എന്നുള്ളൊരു കാര്യമാണ്. അതായത് മറ്റു വ്യക്തികൾ നിങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ നോക്കി കാണുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ഫ്ലോസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് മറ്റുള്ളവരുടെ കണ്ണിൽ നിങ്ങൾ ആരാണ്, മറ്റു വ്യക്തികൾ നിങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, മറ്റു വ്യക്തികൾ നിങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. മറ്റു വ്യക്തികൾ നിങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു, നിങ്ങളെ മറ്റു വ്യക്തികൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, മറ്റുള്ളവരുടെ കണ്ണിൽ നിങ്ങൾ ആരായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത് എന്നുള്ളതാണ്. എങ്ങനെയുള്ള ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയായിട്ടാണ് മറ്റു വ്യക്തികൾ നിങ്ങളെ കാണുന്നത്, ആ ഒരു കാര്യമാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അതായത് ഓക്കെ, 2 കാർഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. 2 കാർഡ്സ് നമ്മൾ എടുക്കുകയാണ്. മറ്റുള്ള വ്യക്തികളുടെ കണ്ണിൽ ഈ ഒരു പേഴ്സൺ, അതായത് നിങ്ങൾ എന്ന വ്യക്തിയെ അവരെങ്ങനെ വിലയിരുത്തുന്നു, അവരെങ്ങനെയാണ് നിങ്ങളെ നോക്കിക്കാണുന്നത്. ഓക്കെ, മാസ്റ്റർ കാർഡ് നോക്കാം. ദ ഫുൾ കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ്. ഏസ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നിങ്ങളെ വളരെയധികം ഒരു കഴിവുള്ള ആളായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ പുതിയ അവസരങ്ങളൊക്കെ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയായിട്ടും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് ഉയർന്നു വരാനായിട്ട് യാതൊരു വിധത്തിലും മടുപ്പമില്ലാതെ പുതിയ പുതിയ വഴികൾ തേടുന്ന ഒരു സ്വഭാവക്കാരൻ അല്ലെങ്കിൽ ഒരു സ്വഭാവക്കാരി എന്ന രീതിയിൽ മറ്റുള്ളവർ നിങ്ങളെ വിലയിരുത്തുന്നുണ്ട്. നല്ലൊരു സ്റ്റെബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തെന്ന് അതിൻ്റെ ഒരു സക്സസ് വരുന്നത് വരെ അതിന് വേണ്ടിയിട്ട് പണിയെടുക്കാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്നും അതുവഴി നല്ലൊരു ഉയർച്ചയിലെത്താൻ അല്ലെങ്കിൽ ഒരു ഉയരത്തിൽ നിങ്ങൾ എത്തും എന്ന് അവർ കരുതുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫ്യൂച്ചർ സെക്യൂർ ആയിരിക്കും എന്നും മറ്റുള്ളവർ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കഴിവുള്ള വ്യക്തിയാണ്. ആ കഴിവുകളൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഒരു ഉയരത്തിലെത്തും. ഇപ്പൊ നിങ്ങൾ നല്ല സ്റ്റേജിലല്ല എന്നുണ്ടെങ്കിൽ കൂടി നല്ലൊരു ഉയരത്തിലെത്തും എന്ന് മറ്റുള്ളവർ നിങ്ങളെ കാണുമ്പോൾ കുറച്ച് ആളുകൾ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നമുക്ക് വരുന്നത് ഇവിടെ വാൻസിന്റെ ഒരു കാർഡാണ്. ഏസ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. കുറേ ആളുകൾ നിങ്ങളൊരു ക്രിയേറ്റിവിറ്റി ഉള്ള വ്യക്തിയായിട്ട് നിങ്ങളെ കാണുന്നുണ്ട്. അതായത് ന്യൂ ഐഡിയാസ് നിറഞ്ഞ ഒരാൾ എന്നാണ് പലരും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഒരുപാട് ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് അവർ വിശ്വസിക്കുന്നു. അപ്പൊ കുറച്ച് ആളുകൾക്ക് നിങ്ങളോട് ക്രഷ് തോന്നുന്ന ആളുകൾക്ക് നിങ്ങളോട് ഒരു അട്രാക്ഷൻ തോന്നുന്നു. അതുപോലെ ആ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ നിങ്ങളോട് തോന്നുന്നു. ഈ വ്യക്തി എൻ്റെ ഒരു ലൈഫിൽ വന്നാൽ എൻ്റെ ലൈഫ് നല്ല കളർഫുൾ ആകും എന്നൊക്കെയാണ് ഈ ഒരു വളരെ എക്സൈറ്റ്മെന്റോട് കൂടി അങ്ങനെ നിങ്ങളോട് ക്രഷ് തോന്നുന്നവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജീസ്. പിന്നെ 10 ഓഫ് വാൻഡ്സ്. 10 ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഒത്തിരി ട്രോമാസ്, പെയിനൊക്കെ അനുഭവിച്ച് കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് തോന്നുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു വലിയ വേദനയിലൂടെയോ നഷ്ടത്തിലൂടെയോ കടന്നു പോയിട്ടുള്ള ഒരാൾ എന്നതാണ്. അതായത് ഈ വ്യക്തി ഒരിക്കൽ വളരെയധികം തകർന്നു പോയിരുന്നു, പക്ഷെ പിന്നീട് അതിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന രീതിയിൽ വളരെയധികം സിമ്പതിയും റെസ്പെക്റ്റോടും കൂടി നിങ്ങളെ കാണുന്ന വ്യക്തികളെ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ വളരെയധികം ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ആരും തന്നെ നിങ്ങളെ കെയർ ചെയ്യാത്ത ഒരു അനുഭവങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നിങ്ങൾ വളരെ താഴെ നിലയിൽ നിന്നും നല്ല കഷ്ടപ്പെട്ട് നിങ്ങളുടെ ഒരു കഴിവും കൊണ്ട് തന്നെ ഉയർന്നു വന്ന വ്യക്തികളായിരിക്കാം. അതായിരിക്കാം നിങ്ങളോട് ഒരു സിമ്പതിയോട് കൂടി ഒരു റെസ്പെക്റ്റ് അവർക്ക് തോന്നുന്നതിന് കാരണം. ഓക്കെ, പിന്നെ നമുക്ക് 8 ഓഫ് വാൻഡ്സ് ആണ്, 8 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം
ഈ എയ്റ്റ് ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ 100% കൊടുക്കുന്ന ഒരാളാണ് നിങ്ങളെന്നാണ്. എല്ലാ കാര്യത്തിലും 100% എഫേർട്ട് ഇട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്ത് കാര്യത്തിൽ നിങ്ങൾ ഇറങ്ങിയാലും അത്തരത്തിലൊരു 100% കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് മറ്റുള്ളവർ വിചാരിക്കുന്നു. അതുപോലെ ഓവർ വർക്ക് ചെയ്തിട്ട് അതിൽ നിന്നൊരു പ്രഷർ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന, ഓവറായിട്ട് പണിയെടുത്ത് അല്ലെങ്കിൽ ജോലി ചെയ്ത് എന്ത് കാര്യങ്ങളാലും ചെയ്തിട്ട് അതിൽ നിന്നൊരു സന്തോഷം കണ്ടെത്തുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടർ നിങ്ങൾക്കുണ്ട് എന്ന് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് നിങ്ങളെക്കുറിച്ച് പല വ്യക്തികൾ പല രീതിയിൽ ചിന്തിക്കുന്ന എനർജീസ് ആണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരാൾ ചിന്തിക്കുന്നതല്ല നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കണം. പിന്നെ ഇവിടെ 7 ഓഫ് വാൻഡ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. 7 ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു തീരുമാനം എപ്പോഴും ഉണ്ടാകും. എല്ലാ കാര്യത്തിലും അതിനു വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ വരെ നിങ്ങൾ തയ്യാറാണ്. തൻ്റെതായ ഒരു വശം ജയിക്കണം, തൻ്റെ കാര്യങ്ങൾ താൻ പറഞ്ഞ ആ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ താൻ പറഞ്ഞ ഭാഗം ജയിക്കാനായിട്ട് സ്ട്രോങ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എതിർത്ത് നിൽക്കും എന്നാണ് മറ്റുള്ളവർ വിചാരിക്കുന്നത് നിങ്ങളെക്കുറിച്ച്. അതുപോലെ തന്നെ എന്ത് പ്രശ്നം വന്നാലും ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ പിന്നെ പുറകോട്ടേക്ക് നോക്കുന്ന ഒരു വ്യക്തിയല്ല. ആ കാര്യം നേടിയെടുക്കുക തന്നെ ചെയ്യും. എന്ത് തടസ്സങ്ങൾ ഉണ്ടായാലും അതെല്ലാം മറികടന്ന് ആ ഒരു കാര്യം നേടിയെടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ ചിന്തിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു എനർജി തന്നെയായിട്ടാണ് നമുക്ക് കാണുന്നത്. ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്രണയത്തിന്റെ കാര്യത്തിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ഒരു ആ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട്, ആ ഒരു പ്രണയത്തിന് വേണ്ടി എല്ലാം നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ പ്രൊട്ടക്ട് ചെയ്യാനും ആ ഒരു സ്നേഹത്തെ സംരക്ഷിക്കാനും എല്ലാം നിങ്ങൾ, എന്നിട്ട് ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് വിട്ടുപോയാൽ തന്നെ അവരെ ചേസ് ചെയ്ത് അവരെ നേടിയെടുക്കാൻ വരെ കെൽപ്പുള്ള ഒരു എനർജി ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നാണ് കാണുന്നത്. ആ ഒരു കാര്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം, അങ്ങനെ ഒരു നിങ്ങളുടെ എനർജി, ഫയർ എനർജിയാണിത്. ആ ഒരു ഫയർ എനർജി നിങ്ങളുടെ ഉള്ളിലുള്ളതായിട്ട് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരെ തോൽപ്പിക്കാൻ കഴിയുന്ന, അതായത് ഓപ്പോസിറ്റ് തടസ്സമായി വരുന്ന എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും ആളുകളെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ട്രോങ് എനർജി നിങ്ങൾക്കുണ്ടെന്ന് ആളുകൾ മറ്റു ചിലർ വിചാരിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. ഒരു ടീം വർക്കൊക്കെ നടത്തുന്ന, ടീമായിട്ട് നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലർക്ക് നല്ലൊരു കോൺഫിഡൻസ് ആണ് നിങ്ങളോട് കൂടെ നിൽക്കുമ്പോൾ. കാരണം നിങ്ങൾ ഗ്രൂപ്പിലുണ്ടെങ്കിൽ എങ്ങനെയും ആ ഒരു കാര്യത്തിന് വിജയം, സക്സസ്, റിവാർഡ് നേടിയെടുക്കാനായിട്ട് കഴിയുമെന്ന് അവർ വിചാരിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് അതൊരു ഫീൽ ആവുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങളുടെ കൂടെ നിന്നാൽ ഒരു ലക്കുള്ള വ്യക്തിയാണ് എന്ന് അവർ വിചാരിക്കുന്നുണ്ട്. നമുക്കതാണ് ഈ ഒരു കാർഡിൽ നിന്ന്, വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്ന ഒരു കാർഡിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ കൂടെ ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലക്കിൽ അത് അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്നു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളോട് കൂടെ ആയിരിക്കാനായിട്ട് അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഇവരോട് നിങ്ങളുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ ജീവിതത്തിൽ പോസിറ്റീവ് ടേണിംഗ് പോയിന്റ്സ് ഉണ്ടാകുമെന്നും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കാനായിട്ട് ഒത്തിരി ആളുകൾ ആഗ്രഹിക്കുന്നു എന്ന് സാരം. പിന്നെ നമുക്കിവിടെ സ്ട്രെങ്തൻ കാർഡാണ് കിട്ടിയത്. സ്ട്രെങ്തൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടുള്ള ഒരു മാജിക് പവർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് ഉണ്ട് എന്ന് മറ്റു വ്യക്തികൾ നിങ്ങളെ കുറിച്ച് കരുതുന്നു. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ജെന്റിലാണ്, പവർഫുൾ ആണ് എന്ന് വിചാരിക്കുന്നു, കാമാണ്. അതോടൊപ്പം തന്നെ ഒരു ലയൺ, ഇവിടെ നമുക്കൊരു പടം കാണാം. ഒരു മനസ്സിനുള്ളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ഒരു ലയൺ വരുന്ന അതേ കറേജ് ഉണ്ട്. പക്ഷെ പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ കാമായിട്ട് കാണുന്നു. ആ തരത്തിലാണ് വ്യക്തികൾ നിങ്ങളെ മനസ്സിലാക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ നമുക്കിവിടെ മാസ്റ്റർ കാർഡ്, ഇത് ഫുൾ കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ഫുൾ കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിത്തം വിട്ടുമാറാത്ത പ്രകൃതമാണ് നിങ്ങളുടേത് എന്ന് മറ്റുള്ളവർക്കത് ആ തരത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു കുട്ടിത്തം വിട്ടുമാറാത്ത പ്രകൃതമാണ് നിങ്ങളെ ഒരു സ്പെഷ്യൽ ആക്കുന്നതും. ഇപ്പൊ ലൈഫിൽ ഏത് റിസ്ക് ആണെങ്കിലും എന്ത് സിറ്റുവേഷൻസ് ആണെങ്കിലും അത് എക്സ്പ്ലോർ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ലൈഫിൽ ഒരു ഫ്രഷ്നെസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ മറ്റുള്ളവർ വിലയിരുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളെ കാണുകയും പരിചയപ്പെടുകയും നിങ്ങളുമായിട്ട് അടുക്കുകയും ചെയ്യുന്ന വ്യക്തികളെല്ലാം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കുറേയേറെ കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഈ റീഡിങ്ങിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ടാകാം. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു ഫീലാണ് നിങ്ങളുടെ അടുത്ത് തോന്നുന്നത്, അല്ലെ ഇങ്ങനെ തോന്നാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ആരെങ്കിലുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഇതിപ്പോ നമ്മള്
ഈ ഒരു സെയിം കാർഡുകൾ വെച്ചിട്ട് തന്നെ നിങ്ങളിപ്പോൾ ഈ ഒരു ലവറിനെ ഓർത്തിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഒരു പാർട്ട്ണർ ആയിരിക്കാം നിങ്ങളെ കുറിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ എന്ന് അവർ ഓൾറെഡി വിലയിരുത്തി വെച്ചിട്ടുണ്ട്. ആ ഒരു പേഴ്സൺ, ആ ഒരു പാർട്ട്ണർ നിങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി ഈ ഒരു സ്പ്രെഡിൽ വെച്ചിട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പോൾ ഇതേ ഒരു സ്പ്രെഡിൽ അവരുടെ മനസ്സ് നിങ്ങളോട് പറയുന്നത് ഇതാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ അവരുടെ മനസ്സ് നിങ്ങളോട് പറയുന്നത് ഇതാണ്: ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ, ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ വളരെ ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടും റിപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു പാർട്ട്ണറായി നീ എൻ്റെ കൂടെ വേണം. പക്ഷെ അതോടൊപ്പം ഒരു ഫൺ, പാഷൻ, സ്പാർക്ക് ഇതൊന്നും നഷ്ടപ്പെടാതെ ഒരു മനോഹരമായ ജീവിതയാത്ര ഷെയർ ചെയ്യാൻ നീ കൂടെ ഉണ്ടാവണം. അതുപോലെ തന്നെ പാസ്റ്റിലെ വേദനകൾ, വിഷമങ്ങളെല്ലാം മറന്നു കളയാനായിട്ട് നിങ്ങളോട് അവർ ആവശ്യപ്പെടുന്നുണ്ട്. ചെറിയ ഈഗോ ഫൈറ്റ് കൊണ്ട് നമ്മൾക്കിടയിൽ ഡിസ്റ്റൻസ് വരുത്താതെ നമ്മുടെ റിലേഷൻ സ്ട്രോങ് ആയി പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നീ ശ്രമിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ നിനക്ക് അതിനൊരു കഴിവുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുപോലെ ശാന്തമായ സ്നേഹം, ആഴത്തിലുള്ള ഒരു കെയറിങ്, എല്ലാറ്റിനും ഒരു ഫ്രഷ്നെസ്, അതാണ് ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് അവരുടെ മനസ്സ് നിങ്ങളോട് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ക്ലൂസ് ഇങ്ങോട്ടൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ്, അപ്പോൾ ഈ ഒരു റീഡിങ് റിലേറ്റ് ചെയ്യുന്നവർ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് അറിയിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമ്മളൊരു വെറൈറ്റി ടോപ്പിക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയതാണ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ഹോണസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ്. അതുപോലെ തന്നെ നമ്പർ 25 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഏപ്രിൽ മന്ത് നമുക്ക് കിട്ടുന്നു. 1996, നമ്പർ 22, നമ്പർ 23, മലപ്പുറം ജില്ല, യോഗ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലൗബൽ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നു. ലെറ്റർ I നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നേച്ചർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നു. പെറ്റ് ലവേഴ്സ്, നമ്പർ 48, 1998 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ലെറ്റർ A നമുക്കിവിടെ കിട്ടുന്നു. ആർട്ടിസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 2004 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നെയിൽ പോളിഷ്, within 72 hours, mole on left cheeks, feels past life connection, messy hairstyle, മെഡിക്കൽ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 30, നമ്പർ 36, മ്യൂസിക് എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നു. 2023 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 44 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പർപ്പിൾ കളർ നമുക്ക് കിട്ടുന്നു. യെസ് പോസിബിൾ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. കോട്ടയം ജില്ല നമുക്ക് കിട്ടുന്നുണ്ട്. ലെറ്റർ Y നമുക്കിവിടെ കിട്ടുന്നു. അതുപോലെ ലെറ്റർ C കിട്ടുന്നുണ്ട്. ഗോൾഡൻ കളർ, ഈഗോ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വൈറ്റ് കളർ, 2002, നമ്പർ 46, നമ്പർ 34, 1987, നമ്പർ 45, പാലക്കാട് ജില്ല, ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നു. 1979, സെക്കൻഡ് സ്റ്റഡ്, നിങ്ങൾ സെക്കൻഡ് സ്റ്റഡ് ഇട്ടിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 1975, നമ്പർ 42. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.